എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിലേക്ക് വേണ്ടി ഇത്രയും വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിലുള്ള സ്വന്തം വെണ്ടയ്ക്കയാണ്. പിന്നെ അതിലേക്ക് വേണ്ടിയുള്ള തേങ്ങ കുറച്ച് അരച്ചെടുക്കണം, തേങ്ങ മസാലകൾ. അപ്പോൾ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, 4 ചല്ലി ഇത് ചെറിയ കഷ്ണം ഉള്ളി, കുറച്ച് ജീരകം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിന്ന് വിറകടുപ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇന്ന് ഗ്യാസ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞ്. അവർ പറയണ ഗോഡൗണിൽ സ്റ്റോക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് വിറകടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഈ വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. നിങ്ങൾ ഇതേ കണക്കിനെ കട്ട് ചെയ്തെടുക്കണേ. ഇത്രയും കണക്ക്, ഇതാണ് കണക്ക്. അപ്പോൾ ഇത് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇവിടെ അടുപ്പ് വച്ചിരിക്കുന്ന ഭാഗത്ത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ല സൗണ്ടുണ്ട് ഷീറ്റിൻ്റെ. മഴത്തുള്ളി വീഴുന്നില്ലേ സൗണ്ട്. ഇത്രയും മതിയാവും. ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി 2 കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇനി വേണ്ടത് ചെറിയ സവാള ഇല്ലേ, 2 ചെറിയ സവാള അരിഞ്ഞതാണ്, ചെറുതായിട്ട്. അത് ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇത്രയും മതിയാവും. വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം, വറുത്ത് വെച്ചിട്ടുള്ള. ഇനി അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, അത് ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ജാറ് കഴിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും മതിയാവും. ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. വെണ്ടയ്ക്കയ്ക്ക് മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ അരപ്പൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് പിന്നീട് ഇറക്കി വെച്ചതിന് ശേഷം മാത്രം തൈര് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ തൈരില്ലേ, പിരിഞ്ഞു പോകും. അപ്പം തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്ക് ഇറക്കാം. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള തൈരില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക പല രീതിയിലും ഉണ്ടാക്കാം കേട്ടോ. ഒരുപാട് ഐറ്റം ഉണ്ടാക്കാം വെണ്ടയ്ക്ക വെച്ച്.